ഹായ്, എക്സലിലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഫീച്ചറാണ് നമുക്ക് കറൻസി സിമ്പിൾസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്. ഹൗ ടു ആഡ് കറൻസി സിമ്പിൾസ് ഇൻ എക്സൽ. കറൻസി സിമ്പിൾ നമുക്ക് വാല്യൂസിന് നമുക്ക് ഇപ്പം കറൻസി സിമ്പിൾസ് ഇപ്പം ഇന്ത്യൻ റുപ്പീസ്, US ഡോളർ, ബ്രിട്ടീഷ് പൗണ്ട്, അല്ലെങ്കിൽ യൂറോ, ജപ്പാനീസ് യെൻ, ചൈനീസ് യുവാൻ, ഇങ്ങനെയൊക്കെയുള്ള കറൻസി നെയിംസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കറൻസിയുടെ സിമ്പിൾസ് ഉണ്ടല്ലോ, സൈൻസ്. അപ്പോൾ അത് നമുക്ക് എക്സലിലെ വാല്യൂസിനോട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയൊരു ഡാറ്റ നമുക്കിവിടെ കൊടുക്കാം. റവന്യൂസ്, എക്സ്പെൻസസ്, നെറ്റ് പ്രോഫിറ്റ് എന്നോ എല്ലാം കൊടുക്കാം. നെറ്റ് പ്രോഫിറ്റ് ഒരു 75,000. റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ഓക്കെ, അത് നമുക്കൊന്ന് കോമ കൊടുത്ത് റെഡിയാക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഈ 1,75,000, 25,000 ഈ വാല്യൂസിനൊക്കെ നമ്മളെങ്ങനെ കറൻസി സിമ്പിൾ കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സൽ ഒത്തിരി കറൻസിയുടെ സിമ്പിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം റുപ്പീസ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഹോം ടാബിൽ ഇവിടെ ഈ നമ്പർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇവിടെ ഹോം ടാബിൽ നമ്പർ എന്ന ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റ് എന്നും പറഞ്ഞിട്ട് ഉണ്ട്. ഡയറക്റ്റായിട്ട് ഈ മേളിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മൾ നമ്പർ ഫോർമാറ്റാണ്. ഇത് അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ റുപ്പീസിൻ്റെ സൈൻ അല്ലെങ്കിൽ സിമ്പിൾ നമുക്ക് ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റിൽ പോവുക. ഇവിടെ ഏതാണ്ട് റുപ്പീസ് ഇംഗ്ലീഷ് ഇന്ത്യ, ഡോളർ ഇംഗ്ലീഷ് ഡോളർ, പൗണ്ട് ഇംഗ്ലീഷ് യുണൈറ്റഡ് കിങ്ഡം, യൂറോ, ചൈനീസ്, പിന്നെ CHF ഫ്രഞ്ച്, സ്വിറ്റ്സർലൻഡിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമുക്ക് വേണ്ട കറൻസിയുടെ സിമ്പിൾ ഏതാണെന്ന് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡോളറാണ് വേണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡോളറിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇനി അതല്ല നമുക്ക് റുപ്പീസാണ് വേണ്ടതെങ്കിൽ ഈ മേളിൽ റുപ്പീസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല മറ്റ് യൂറോ ആണെങ്കിൽ നമുക്ക് യൂറോ ക്ലിക്ക് ചെയ്യാം. അതല്ല ചൈനീസ് യുവാൻ ആണെങ്കിൽ ചൈനീസ് യുവാൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ നമുക്ക് ഇവിടെ കിട്ടും നമുക്ക്. ഇനി അതല്ല ഈ CHF ഫ്രഞ്ച് സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ അത് സിമ്പിളില്ല, നമുക്കത് CHF എന്നും പറഞ്ഞതിനകത്തില്ല, നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 1,00,000 CHF, 75,000 CHF. കാരണം ഇത് സിമ്പിളല്ല, ഇത് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം മാത്രമായിട്ട് വരുന്നതാണ്. വാല്യൂ കഴിഞ്ഞിട്ട് അത് ആഡ് ചെയ്യപ്പെടുന്നത്. സിമ്പിൾ ആണെങ്കിൽ വാല്യൂസിന് മുമ്പായിരിക്കും ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏറ്റവും അതിൻ്റെ താഴെ മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ് എന്നും പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് സെൽ എന്നും പറഞ്ഞ്, ഇത് പൊതുവെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സെൽ ഓപ്ഷനാണ്. അപ്പോൾ അതിനകത്തിൽ കറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജനറൽ, അതായത് കാറ്റഗറിക്കകത്തിലെ ജനറൽ, നമ്പർ, മൂന്നാമത്തെ കറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ കറൻസി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് മാറ്റിയെടുക്കട്ടെ. അതിൽ മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറൻസി സെലക്ട് ചെയ്യുക. കറൻസി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ പ്ലേസ് ചോദിക്കും. ഏതെങ്കിലും ഡെസിമൽ പ്ലേസ് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 1,00,000.25 അല്ലെങ്കിൽ 5305 അങ്ങനെ ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഡെസിമൽ പ്ലേസ് വേണ്ടെങ്കിൽ നമുക്ക് ഡെസിമൽ പ്ലേസ് 0 ആക്കാം. ഇത് താഴത്തെ മേലോട്ടും പോകുന്നതാണ്. മേലോട്ട് നമ്മളായി കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി താഴോട്ടാണെങ്കിൽ ഡെസിമൽ പ്ലേസ് കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 0 ആക്കിയിട്ട് ഇനി സിമ്പിൾ ഇവിടെ റുപ്പീസിൻ്റെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളുടെയും കറൻസിയുടെ സിമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്കിവിടെ പൊതുവേ റുപ്പീസ് സിമ്പിൾസ് അല്ലെങ്കിൽ ഡോളർ സിമ്പിൾ അല്ലെങ്കിൽ യൂറോ സിമ്പിളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുക, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സിമ്പിൾ, കറൻസി സിമ്പിൾ ഏതാണെന്ന് നമ്മൾ നോക്കുക. ഇപ്പം US ഡോളർ ആണെങ്കിൽ ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡോളർ പല രാജ്യത്തിൻ്റെ കറൻസി ഉണ്ട്. കാരണം ഓസ്ട്രേലിയൻ ഡോളറുണ്ട്,
ഡോളർ ചെറോക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, ചൈനീസ് എന്താണ് സിംഗപ്പൂർ ഡോളറുണ്ട്, ഓസ്ട്രേലിയൻ ഡോളറുണ്ട്, കാനഡയ്ക്ക് ഡോളറാണ്, ഹോങ്കോങ്ങിന് ഡോളറാണ്. അപ്പം ജമൈക്ക ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്, സിംഗപ്പൂർ വീണ്ടും വരുന്നുണ്ട്, ട്രിനിഡാഡ് ടുബാഗോ, ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡോളർ സൈൻ ആഡ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതല്ല മറ്റേതെങ്കിലും സൈനാണ് നമുക്ക് വേണ്ടതെങ്കിൽ വീണ്ടും നമ്മൾ ആ സെയിം ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കറൻസി സെലക്ട് ചെയ്യുക, ഡെസിമൽ പ്ലേസ് 0 ആക്കി കൊടുക്കുക. അത് ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് 1,00,000.25 അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡെസിമൽ പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ അത് 0 ആക്കുക. 0 ആക്കിയിട്ട് നമ്മൾ ഈ കറൻസി ഇവിടുന്ന് സിമ്പിൾ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് വേണ്ടതെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്ന. അതുകൊണ്ട് ഇവിടെ ജാപ്പാനീസ് യെൻ ഉണ്ട്. ജാപ്പാനീസ് യെൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജാപ്പാനീസ് യെന്നിൻ്റെ സിമ്പിൾ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നമുക്ക് കറൻസി സിമ്പിൾസ് നമുക്ക് എക്സലിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ദി പാത്ത്. ആ വഴി അങ്ങനെയാണ്. നമുക്ക് കറൻസി സിമ്പിൾ കൊടുക്കാനുള്ള രീതി, ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അർമീനിയൻ ഉണ്ട്, അസർബൈജാൻ ഉണ്ട്, ഒത്തിരി ഓൾമോസ്റ്റ് ഓൾ എല്ലാ രാജ്യത്തിൻ്റെയും കറൻസി ഒന്നുകിൽ പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ കറൻസി സിമ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് കോഡുണ്ട്. ഇപ്പം ഈ CDF എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ റിക്വയർമെൻറ്റ് നമുക്ക് എങ്ങനെയാണോ ആവശ്യം നമുക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US ഡോളർ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അതെങ്ങനെ വരുന്നത്. കറൻസി സിമ്പിളിന് പകരം എന്താണ് അതിന് പറയുന്നത്, കറൻസി കോഡാണ് ശരിക്കും പറഞ്ഞില്ല. കറൻസി കോഡ് US ഡോളർ 100,000, US ഡോളർ 100,000 അങ്ങനെയാണ് വരുന്നത്. ഇന്ത്യൻ റുപ്പീസിൻ്റെ നോക്കാം, നമുക്ക് കറൻസി കോഡ് ഉണ്ടോ നോക്കാം. കറൻസി കോഡ് ഇന്ത്യൻ റുപ്പീസിൻ്റെ ഉണ്ടോ നോക്കാം. INR ഇല്ല. ഉണ്ട് INR. ഓക്കെ, INR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റുപ്പി 100,000, ഇന്ത്യൻ റുപ്പി 75,000, ഇന്ത്യൻ റുപ്പി 25,000 എന്നുള്ളത് നമുക്ക് കിട്ടും. അതെല്ലാം സിമ്പിളാണ് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് എക്സലിൽ നമ്മൾ കറൻസി സിമ്പിൾ അല്ലെങ്കിൽ കറൻസി കോഡ് ആഡ് ചെയ്യുന്നത്. അപ്പം മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.